അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഈ സംഗമത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് സംസ്ഥാന പ്രസിഡന്റ് CT ഷുഹൈബ് സാഹിബ്, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ ബാസിത്ത്, KP അജ്മൽ സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് ലത്തീഫ് സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായ മറ്റു പ്രസ്ഥാന നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, വളരെ കൂടുന്നതിൻ്റെ സന്തോഷം നമ്മേക്കാൾ കൂടുതൽ കുട്ടികൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സാണ് എൻ്റെ മുമ്പിലുള്ളത്. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. ഏറെ ആഹ്ലാദത്തോടു കൂടിയല്ല ഇന്ന് കേരളത്തിൽ ഇത്തരം ഒത്തുകൂടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മെപ്പോലെ ഒരുമിച്ച് ജീവിച്ച, ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന, ആ സ്വപ്നങ്ങൾ നെഞ്ചേറ്റി യാതൊരു ഭയപ്പാടുമില്ലാതെ രാത്രി ഭക്ഷണവും കഴിച്ച് അന്തിയുറങ്ങിയിരുന്ന ഒരുപാട് കുടുംബങ്ങൾ അവരറിയാതെ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് കീഴ്പ്പെട്ട് അള്ളാഹുവിലേക്ക് യാത്രയായ ഒരു സന്ദർഭത്തിന് സാക്ഷിയായിക്കൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. മരണം എല്ലാവർക്കും പറഞ്ഞതാണ്. പക്ഷെ ഒരു ദുരന്ത മുഖം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഭാവനക്ക് അതീതമായ സ്വഭാവത്തിലുള്ള, സഹിക്കാനാവാത്ത ഒരുപാട് കുടുംബങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ താളവും തെറ്റി പല ഇടങ്ങളിലേക്കായി എടുത്തെറിയുന്ന സംഭവമാണ്. ഏതാണ്ട് 300-ലധികം ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ 100-200-നടുത്ത ആളുകളെ കുറിച്ച് ഇനിയും ഒരു വിവരവുമില്ല. കാണാമറയത്ത് എന്നാണ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാണാമറയത്ത്. അവരെ ഇനി കണ്ടുകെട്ടും എന്ന് നമുക്ക് പറയുക സാധ്യമല്ല. കണ്ടുകിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അഴുകിയ മൃതദേഹങ്ങൾ, അതിൻ്റെ എല്ലാ സംസ്കരണങ്ങൾക്കും ശേഷവും ശരീരത്തിൽ അടയാളപ്പാടുകൾ തേടുന്ന കുടുംബങ്ങളെ കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് പൊട്ടാറുണ്ട്. ഒരു നെറ്റിയിലൊരു കുറി, കയ്യിലൊരു കാക്കാപ്പുള്ളി, അല്ലെങ്കിൽ ശരീരത്തിൽ നെഞ്ചകത്ത് അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗത്ത് ഒരു മുറിപ്പാട്, അത്തരമെല്ലാ ശരീരത്തിലെ തിരിച്ചറിയിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും ഇപ്പോൾ എല്ലാം മൃതദേഹത്തിൽ നിന്നും മാഞ്ഞുപോയിരിക്കുന്നു. ഒരൈഡൻറ്റിഫിക്കേഷനും ഇല്ലാത്ത ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മുടെ രക്ഷാപ്രവർത്തകരുടെ കൈകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടേ നമുക്കെന്ത് വർത്തമാനവും പറഞ്ഞു തുടങ്ങാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയ്ക്ക്, മരണപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക്, ഇത്തരം മരണങ്ങൾക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ആ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൻ്റെ താളം തെറ്റിയ മനുഷ്യരുണ്ട്. അവരെ ജീവിതതാളം വീണ്ടെടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും യത്നിക്കേണ്ടതുണ്ട്. അവർക്ക് അവരുടെ ജീവിതതാളം വീണ്ടെടുക്കാൻ നമ്മൾ വാഹനങ്ങളിൽ ചുമന്നുകൊണ്ടുപോകുന്ന ആഹാരപ്പൊതി കൊണ്ടോ, നമ്മൾ വാഹനങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന പുതുവസ്ത്രങ്ങൾ കൊണ്ടോ, നമ്മൾ ഒരുക്കാനിരിക്കുന്ന വീട് കൊണ്ടോ അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ശരീരം കൊണ്ടല്ലല്ലോ ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക, മനസ്സുകൊണ്ടുകൂടിയാണ്.
മനസ്സിലെ നൊമ്പരങ്ങൾക്ക് അടക്കം വരണമെങ്കിൽ ഇനിയും ഒരുപാട് കാലം അവർ ജീവിക്കേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള നിരവധി സംഭവങ്ങളാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ യോഗത്തിൽ നമ്മൾ കുട്ടികളുടെയൊക്കെ ബഹളം കാണുമ്പോഴും നമ്മുടെ സന്തോഷം നമ്മുടെ മക്കൾ തന്നെയാണ്. ആ മക്കളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരുപാട് സംഭവങ്ങൾ പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു സംഭവം എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. സിയ നൗറിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് മാധ്യമത്തിൽ വന്നിരുന്നു. അതൊരു കഥയല്ല, ഒരുപാട് കഥകളിൽ ഒരു കഥ മാത്രമാണ്. ഒന്നാമത്തെ പൊട്ടൽ വന്ന്, ശക്തമായ മലവെള്ളപ്പാച്ചിൽ വന്ന്, രാത്രി 2:45 വീടിനകത്തേക്ക് വെള്ളം ചീറ്റിയടിച്ചപ്പോൾ ഉബൈദ് എന്ന് പറയുന്ന കുടുംബനാഥൻ എണീറ്റ് നോക്കുമ്പോൾ വീട്ടിനകത്തേക്ക് വെള്ളം ഇരച്ച് കയറുകയാണ്. ഉബൈദ് പറയുന്നുണ്ട്, എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ 11 വയസ്സുള്ള മോൾ എൻ്റെ കൈക്ക് കയറി പിടിച്ചു. അതിന് തൊട്ട് മുകളിലുള്ള മോള് ചാടി, അവള് ഫാനിൽ കയറി തൂങ്ങിപ്പിടിച്ചു. എൻ്റെ ഉമ്മാനെ എൻ്റെ ഭാര്യ ചേർത്ത് നിർത്തി. രാത്രി 2:45 ഇരുട്ടിനെ സാക്ഷി നിർത്തി ഉരുൾപൊട്ടലിൻ്റെ ഘോര ശബ്ദത്തെ സാക്ഷിയാക്കി ഞങ്ങൾ അലമുറയിട്ട് കരഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശക്തമായ ഒരു മലവെള്ളപ്പാച്ചിൽ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും എടുത്തെറിയപ്പെട്ടു, എവിടേക്കോ എടുത്തെറിയപ്പെട്ടു. പിന്നീട് പലരാലും രക്ഷപ്പെടുത്തപ്പെട്ട് കരയണയുമ്പോൾ എൻ്റെ കൈക്കുമ്പിളിൽ എൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന എൻ്റെ മോൾ സിയ മൗറിൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ആ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കിട്ടുന്നത് മുണ്ടേരിയിലെ പുഴയിൽ നിന്നാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ നമ്മുടെയൊക്കെ കണ്ണുകളെ ഈറനണിയിക്കുന്ന സ്വഭാവത്തിൽ അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ അവിടെ ചെന്ന് ദുരിതാശ്വാസ ക്യാമ്പിലെ ആളുകൾക്ക് ചെവി കൊടുക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും. സീട്ടിയും ഞങ്ങളുമൊക്കെ അവിടെ പോവുകയും അവരെ കേൾക്കുകയും സന്ദർശിക്കുകയും ഒക്കെ ചെയ്തതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എൻ്റെ ഒരു സുഹൃത്ത് നാരോക്കാവിലെ അസീസ് മാഷ്, നിങ്ങൾ പലരും അറിയുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ പുഴയിൽ നിന്നാണ് ഒരു കരള് എൻ്റെ കയ്യിലെടുത്തത് എന്നാണ്. കരള് കയ്യിലെടുക്കുന്നത് ആലോചിച്ചു. കരള് കയ്യിലെടുത്തത്, ചെവി കയ്യിലെടുത്തത്, കാല് കയ്യിലെടുത്തത്. ഇവരെല്ലാം നമ്മെപ്പോലെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ, നിറമുള്ള സ്വപ്നങ്ങൾ കണ്ട് അന്തിയുറങ്ങിയവരാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രാർത്ഥനയിൽ അവരുണ്ടാകണം. അവിടെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ അത്ഭുത കാഴ്ച അവിടെയുള്ള രക്ഷാപ്രവർത്തകർ തന്നെയാണ്. നമ്മുടെ യുവാക്കളെക്കുറിച്ചും യുവതികളെക്കുറിച്ചുമൊക്കെ പറയുന്ന എല്ലാ നമ്മുടെ സ്റ്റേറ്റ്മെന്റുകളെയും അപ്രസക്തമാക്കുന്ന സ്വഭാവത്തിലാണ് ദുരന്ത ഭൂമിയിൽ യുവാക്കൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. രാവും പകലുമില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. രാത്രി 2:45 നടന്ന സംഭവം കഴിഞ്ഞ ഉടൻ വിവരമറിഞ്ഞ് വീട്ടിൽ നിന്ന് രാത്രി 2:45 കിടക്കപ്പായിൽ നിന്ന് എണീറ്റ് ഓടി പുലർച്ചെ മുണ്ടക്കയിലെത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട്. IRWവിൻ്റെ പ്രവർത്തകർ, സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ, SIOവിൻ്റെ പ്രവർത്തകർ, മറ്റു ഇതര വിദ്യാർത്ഥി യുവജന സമൂഹത്തിൽപ്പെട്ട ആളുകൾ. യുവാക്കളെക്കുറിച്ചും വിദ്യാർത്ഥികളെക്കുറിച്ചുമുള്ള നമ്മുടെ എല്ലാ മുൻവിധികളെയും മാറ്റിമറിക്കുന്ന സ്വഭാവത്തോടു കൂടിയാണ് ദുരന്ത മേഖലയിൽ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ശക്തമായ ഒഴുക്കും കോരിച്ചൊരിയുന്ന മഴയും ഇനിയും ഒരുപക്ഷെ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും മുണ്ടക്കയിലും ചൂരൽമലയിലും ഒരുപാട് ആളുകൾ അത്യധ്വാനം ചെയ്യുകയാണ്. അവരുടെ കൂടി അധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് നമുക്ക് 300-ലധികം മൃതദേഹങ്ങൾ കണ്ടെത്താനും ആയിരക്കണക്കിന് ആളുകളെ കൈപ്പിടിച്ച് ആ ദുരന്ത ഭൂമിയിൽ നിന്ന് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് എത്തിക്കാനും പരിക്കേറ്റവർക്ക് ചികിത്സ കൊടുക്കുവാനും കഴിഞ്ഞത്. മലയാളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത്തരം ദുരന്ത സന്ദർഭങ്ങളിൽ മലയാളി പരസ്പരം കൈകോർത്ത് പിടിച്ച് ഒരു ശരീരം പോലെ പണിയെടുക്കുമെന്നുള്ളത് തന്നെയാണ്. അത്തരം നന്മയുടെ ഒരുപാട് ഉദാഹരണങ്ങൾ, നേർസാക്ഷ്യങ്ങൾ 2018-ലെയും 2019-ലെയും മഹാപ്രളയത്തിൽ നമ്മൾ കണ്ടതാണ്. സമാനമായ കാഴ്ച ഇന്ന് നമ്മൾ
മുണ്ടക്കയിലും ചൂരൽമലയിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ മാനന്തവാടിയിലെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയാൽ, നിങ്ങൾ നിലമ്പൂരിലെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയാൽ, ഡോക്ടേഴ്സും നഴ്സുമാരും മോർച്ചറിക്കകത്ത് അവർ അവരുടെ പോസ്റ്റ്മോർട്ടം പ്രവർത്തനം വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ട്രെയിൻഡാണ്, അവർ എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷെ അവരുടെ കൂടെ നിങ്ങൾക്ക് സ്ത്രീകളെ കാണാം, നല്ല മുഖമക്കനയിട്ട പെൺകുട്ടികൾ. അവർ രാവും മുതൽ പകലും രാവും പകലുമില്ലാതെ അവർ ഈ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം അതിനു മുമ്പും അവരുടെ കൈകളിൽ വന്ന മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി, എന്നിട്ട് അതിനെ വൃത്തിയാക്കി, എന്നിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിനെ സംസ്കരിച്ച്, എന്നിട്ട് കുടുംബങ്ങൾക്ക് വേണ്ടി അവർ കൈമാറുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ പോലീസുകാരെല്ലാം വളഞ്ഞിരിക്കുന്ന മോർച്ചറിയുടെ മുമ്പിലെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, അതിനകത്തേക്ക് കയറാവോ? അപ്പൊ അവർ പറഞ്ഞു, നിങ്ങൾ കയറണം, കാരണം നിങ്ങളുടെ കുട്ടികൾ ആ അർത്ഥത്തിലാണ് അവിടെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സ്ത്രീകൾ അവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന സ്വഭാവത്തിലാണ് നമ്മുടെ സ്ത്രീകൾ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരർത്ഥത്തിലാണ് ഇന്ന് മുണ്ടക്കയെയും ചൂരൽമലയും തിരിച്ചു കൊണ്ടുവരുവാനുള്ള പ്രവർത്തനങ്ങൾ സുസംഘടിതമായി എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചാരിറ്റി പ്രവർത്തനം അങ്ങനെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി കൈകോർത്തെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നമുക്കത് സാധ്യമല്ല. നിങ്ങളുടെയൊക്കെ മുമ്പിൽ പുത്തുമലയുണ്ട്, വയനാട്ടിലെ പുത്തുമല, അതുപോലെ തന്നെ മാനന്തവാടി, അതേപോലെ തന്നെ കവളപ്പാറ, നിലമ്പൂരിലെ നമ്പൂരിപ്പട്ടി, ഇവിടങ്ങളിലൊക്കെ നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ പ്രദേശത്ത് വീണ്ടെടുത്തത് സർക്കാരും സർക്കാരിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ രാജ്യത്ത് വ്യത്യസ്തമായ സ്വഭാവത്തോടു കൂടിയുള്ള NGOകളും അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളും എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ടാണ്. ഈ അർത്ഥത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് മലയാളിക്കുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിനേക്കാൾ വലിയ വോള്യത്തിലാണ് ഇപ്പോൾ ഈ പറയപ്പെട്ട ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും ദുരന്തം നടന്നിട്ടുള്ളത്. ആ പ്രദേശത്ത് വീണ്ടെടുക്കണമെങ്കിലും ഗവൺമെന്റ് മുന്നിൽ നിന്ന് എല്ലാ സന്നദ്ധ സംഘടനകളെയും ചേർത്ത് നിർത്തി എല്ലാവർക്കും ആവശ്യമായ സ്പേസ് കൊടുത്ത് അതിൻ്റെ ഏകോപനം സാധിച്ചെടുത്ത് ആ ജനതയെ ഒരൊറ്റ മനസ്സോടുകൂടി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സംഘടിതമായ പ്രവർത്തനത്തിന് കേരളത്തിലെ സർക്കാർ നേതൃത്വം കൊടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലുള്ള കൂട്ടായ്മയിലൂടെ മാത്രമേ ഗവൺമെന്റിന്റെ പുനരധിവാസ പദ്ധതി വിജയിക്കേണ്ടതുണ്ട്, അതതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ഈ സാഹചര്യം ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നമ്മുടെ ദീനീ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു NGO പ്രവർത്തനമല്ല. നമുക്ക് നിരാലംബരെ സഹായിക്കുക എന്ന് പറയുന്നത്, നിസ്സഹായരുടെ കൈത്താങ്ങായി വർത്തിക്കുക എന്ന് പറയുന്നത്, രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതൊരു NGO പ്രവർത്തനമല്ല. നമ്മൾ സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ നിർവഹിക്കേണ്ടുന്ന ദീനീ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് മോർച്ചറിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ശരീരത്തിന്റെ പാർട്സ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കഴിയുന്നത് എന്ന്. അവരെന്നോട് തിരിച്ചു ചോദിച്ചത്, നിങ്ങൾക്ക് മനസ്സുറപ്പോടുകൂടി ഇത് നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് പതർച്ച സംഭവിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, വളരെ വിനയത്തോടു കൂടി അവർ പറഞ്ഞു, ജനാസയോട് ആദരവ് കാണിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ജനാസയോട് ആദരവ് കാണിക്കണമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ? ആ ആദരവിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊരു ദീനീ പ്രവർത്തനമാണ്. ഇസ്ലാമിക സമൂഹം അങ്ങനെയാണ് എല്ലാറ്റിനെയും കാണേണ്ടത്. മുസ്ലിം സമുദായം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ആദർശ സമൂഹമാണ്. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളെയും നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ്. നമ്മൾ ഒരാൾക്കൂട്ടമല്ല, ഒരു സന്ദർഭം വരുമ്പോൾ ചാടി വീഴേണ്ടവരുമല്ല. ജീവിതത്തിലുടനീളം നമുക്ക് നമ്മുടേതായ ധർമ്മം നിർവഹിക്കാനുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇത്തരമൊരു യൂത്ത് കഫേ നടത്തുന്ന ഘട്ടത്തിലും സമകാലിക ലോകത്ത് ഇസ്ലാമിന്റെ ഈ ദൗത്യം
നിർവഹിക്കുന്നിടത്ത് യുവതീ യുവാക്കളെ സജ്ജമാക്കുക എന്ന ലക്ഷ്യമാണ് മുന്നിൽ വെക്കുന്നത്. ദുരന്തങ്ങൾ വരാൻ പോകാം. ഇതുപോലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാം. ആശയപരമായ ഒരുപാട് വെല്ലുവിളികൾ ഒരു ഉമ്മത്ത് എന്ന അർത്ഥത്തിൽ നമ്മൾ നേരിടാം. ജലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂസിനെ മുസ്ലിം സമൂഹം എന്ന അർത്ഥത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ഇതിനെയൊക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് നേരിടാനുള്ള ശേഷി മുസ്ലിം സമുദായം നേടിയെടുക്കുക എന്നുള്ളതാണ് തീർച്ചയായും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇതുപോലുള്ള ഒത്തുകൂടലിലൂടെ ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊരു മിഷൻ നിർവഹിക്കാനുണ്ട്. നമ്മളെല്ലാവരും ആലോചിക്കുകയും തീരുമാനമെടുക്കുകയും നിലപാട് വ്യക്തത വരുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജന്മം എന്ന് പറയുന്നത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ നൽകിയതല്ല. വിശുദ്ധ ഖുർആൻ പലയിടത്തായി നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പല സ്വഭാവത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ജീവിക്കുക, മരിക്കുക, അതിനിടയ്ക്ക് നമസ്കരിക്കുക, നോമ്പനുഷ്ഠിക്കുക എന്ന ആചാര അനുഷ്ഠാനങ്ങളുടെ ഫ്രെയിമിലല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം മുസ്ലിം സമൂഹത്തെ യഥാർത്ഥത്തിൽ നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ചു തന്നിട്ടുള്ളത്. മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹം എന്ന നിലക്ക് നമുക്ക് ഈ ഭൂമിയിൽ നിർവഹിക്കാനുള്ള പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിനിധാനമാണ്. സമൂഹത്തിനകത്ത് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. സത്യത്തിന്റെ സാക്ഷ്യം നിർവഹിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വൈദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധികളായി മനുഷ്യരെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലാഖമാരോട് പറയുന്ന സന്ദർഭത്തെ ഖുർആൻ നമ്മോട് ഉദ്ധരിക്കുന്നുണ്ട്. മലക്കുകളോട് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ നിയോഗ ദൗത്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ പ്രതിനിധികൾ എന്നാണ്. മറ്റിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, വൽതകും മിൻകും ഉമ്മത്തുൻ യദൂന ഇലൽ ഖൈരി കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ. നന്മയ്ക്കൊപ്പം നിലകൊള്ളുക, തിന്മയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക. അത് ഇസ്ലാമിക സമൂഹത്തിന്റെ ദൗത്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യർക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. മറ്റിടത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. അല്ലാഹു സുബ്ഹാനഹു വ തആല മധ്യമ സമൂഹമാക്കി നമ്മെ മാറ്റിയത് സത്യത്തിന്റെ സാക്ഷ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ മിഷനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുകയാണ്. നിങ്ങൾ നന്മ കൽപ്പിക്കേണ്ടവരാണ്, തിന്മ വിലക്കേണ്ടവരാണ്. നിങ്ങൾ സത്യത്തിന്റെ സാക്ഷ്യം നിർവഹിക്കേണ്ടവരാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ പ്രാതിനിധ്യം ഏറ്റെടുക്കേണ്ടവരാണ്. ഈ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ഭാഗമാണ് നമ്മുടെ സാമൂഹ്യ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ, നമ്മുടെ ഡിസാസ്റ്റർ രംഗത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ, രാഷ്ട്രീയ രംഗത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ, സാമൂഹ്യ പ്രശ്നങ്ങളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ. ഏതൊരു അള്ളാഹുവിന്റെ മുമ്പിലാണോ നമ്മൾ സുജൂദ് ചെയ്യുന്നത്, അതേ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിനിധാനം സമൂഹത്തിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സാമ്പത്തിക രംഗത്തും എല്ലാം വളരെ ഭംഗിയായി നിർവഹിക്കാൻ ബാധ്യസ്ഥമായ സമുദായത്തിന്റെ പേരാണ് മുസ്ലിം ഉമ്മ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ വംശീയത കത്തി നിൽക്കുന്ന ഒരു കാലത്താ നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വംശീയതയുടെ കാലത്ത് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബൈ ബർത്ത് ജനിക്കുന്ന ഘട്ടത്തിൽ തന്നെ മനുഷ്യൻ ഉന്നതനും മതമനുമായി തീർപ്പ് കൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്താകെ ഈ അർത്ഥത്തിലുള്ള വംശീയമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലുള്ള വംശഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിശുദ്ധ ഖുർആനെ ബേസ് ചെയ്തുകൊണ്ട് ഖുർആൻ ദർസ് എടുക്കുന്ന ഘട്ടത്തിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ഇസ്മായിൽ ഹനിയയെ കുറിച്ച് പറഞ്ഞു. ഷഹീദ് ഇസ്മായിൽ ഹനിയ, അദ്ദേഹം വധിക്കപ്പെട്ടത് ഈ വംശവെറിയന്മാരാലാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വംശഹത്യ നടക്കുന്നത് ഈ വംശീയ ഭ്രാന്തിൽ നിന്നാണ്. മ്യാൻമറിൽ നടക്കുന്നതിന്റെ പേരിലാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തും ഈ രാജ്യത്തും നിലനിൽക്കുന്നത് അതേ വംശീയ ഭ്രാന്ത് തന്നെയാണ്. ലോകത്താകെ നാശം വിധിച്ചുകൊണ്ടിരിക്കുന്ന വംശീയത നമ്മുടെ രാജ്യത്തും വംശീയ ഭ്രാന്ത് അപകടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്.
ക്രൈസ്തവ കമ്മ്യൂണിറ്റി ഉണ്ട്, ദലിത് കമ്മ്യൂണിറ്റി ഉണ്ട്, ആദിവാസി കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മളിവിടെ വളരെ സേഫാണെന്ന് വിചാരിക്കുമ്പോഴും വയനാട്ടിലെ ദുരന്തം മാത്രമല്ല നമ്മുടെ മുമ്പിലുള്ള മഹാദുരന്തമായി നമ്മൾ അഭിമുഖീകരിക്കുന്നത് വംശീയത ഒരുപാട് ആളുകളുടെ ജീവൻ അപഹരിച്ച, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നിരാകരിച്ച, വിശ്വാസ സ്വാതന്ത്ര്യത്തിനുമേൽ എല്ലാ അർത്ഥത്തിലും കയ്യേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം മൈനോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ സ്വൈരജീവിതം തകർക്കുന്ന, പൗരാവകാശങ്ങൾ കവർന്നെടുക്കുന്ന മഹാദുരന്തമായി ഇന്ന് വംശീയത നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വംശീയത യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ സാമൂഹിക വ്യവസ്ഥയെ അത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ സാംസ്കാരിക രംഗത്ത് അതുണ്ട്, സാമൂഹ്യ രംഗത്ത് അതുണ്ട്. തൊലി നിറത്തിന്റെ പേരിൽ വരെ ആളുകളെ ക്രൂരമായി കൊല ചെയ്യുന്ന നാഗരികത സിദ്ധിച്ചു എന്ന് അഭിമാനിക്കുന്ന ഒരു സമൂഹത്തിലാണല്ലോ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ജോർജ് ഫ്ലോയ്ഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇന്ന് നമ്മുടെ മുമ്പിൽ, നിങ്ങൾ വെറുതെ യൂട്യൂബിൽ ജോർജ് ഫ്ലോയ്ഡ് എന്ന് അടിച്ചു നോക്കിയാൽ മതി, നമുക്ക് ആ കഥ പറഞ്ഞു തരും. ഒരുപാട് കാലമായിട്ടില്ല, ഒരു കറുത്ത മനുഷ്യൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ബൂട്ടിനടിയിൽ കിടന്ന് കഴുത്ത് നെരിക്കപ്പെട്ട് 8 മിനിറ്റ് പടഞ്ഞ് മരിച്ച സംഭവമാണ് ജോർജ് ഫ്ലോയ്ഡ് എന്ന് പറയുന്നത്. കൊന്നതാരാണ്? ലോകത്തൊരുപാട് നാഗരികതയെ കുറിച്ച് പറയുന്ന അമേരിക്കയിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ബൂട്ടിൽ കിടന്നിട്ടാണ് ഈ പറയുന്ന ജോർജ് ഫ്ലോയ്ഡ് മരിക്കുന്നത്. എന്താണ് കാരണം? കാരണം മറ്റൊന്നുമല്ല, അവൻ ജനിച്ചത് കറുത്തവനായി എന്നുള്ളതുകൊണ്ടാണ്. ജനിച്ചത് കറുത്തവനായി എന്നതിന്റെ പേരിൽ, ജനിച്ചത് മുസ്ലിമായി എന്നതിന്റെ പേരിൽ, അതുപോലെ തന്നെ ജനിച്ചത് ദലിതനായി എന്നതിന്റെ പേരിൽ, ജന്മത്തിന്റെ പേരിൽ അധമത്വം മുദ്രചാർത്തുകയും എന്നിട്ട് അതീശത്വം വാഴുന്ന വ്യവസ്ഥതയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഭരണകൂടം തന്നെ ആളുകളെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ വംശീയത അതിന്റെ സംഘടനാ രൂപമാണ് സംഘപരിവാർ എന്ന് പറയുന്നത്. ആ വംശീയതയുടെ ഭരണകൂട രൂപമാണ് ഇന്നത്തെ NDA സർക്കാർ എന്ന് പറയുന്നത്. ആ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഒരുപാട് വളർന്നു എന്ന് പറയുമ്പോഴും, നമ്മൾ ഒരുപാട് വികസിച്ചു എന്ന് പറയുമ്പോഴും, അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നത് നിസ്സംഗം നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട്. ആശ്വാസം നൽകുന്ന ഒരു ഇലക്ഷൻ റിസൾട്ട് നമുക്ക് 2024 ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആത്മവിശ്വാസവും ആശ്വാസവും നൽകുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയുണ്ട്, ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ രാജ്യത്തെ ചാതുർവർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഭരണകൂടത്തിന്റെ പിൻബലത്തിൽ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും അവസാനം കേരളം പ്രബുദ്ധമാണല്ലോ. ആ പ്രബുദ്ധ കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആസിഫ് അലി എന്ന് പറയുന്ന ഒരു കലാകാരന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങാൻ മറ്റൊരു കലാകാരൻ മടിക്കുന്നത്. അതിനെ പല രീതിയിലും പലരും ഏതോ അർത്ഥത്തിൽ മറ്റൊരു ആംഗിളിലും മറ്റൊരു കോണിലും വീക്ഷണകോണിലൂടെയും ഒക്കെ വിലയിരുത്താൻ ശ്രമിച്ചുവെങ്കിലും നമ്മുടെയൊക്കെ രാജ്യത്തിന്റെ ഓരോ കണികകളിലും ഉൾച്ചേർന്ന് കിടക്കുന്ന ജാതി വ്യവസ്ഥയുടെ സ്വാഭാവികമായ പരിണിതിയാണ് സാമൂഹ്യ മണ്ഡലങ്ങളിൽ, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുമാരനാശാൻ ഏതാണ്ട് 1922 തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോരിങ്ങനെ എട്ടല്ലഹോ ജാതി കോമരങ്ങൾ എന്ന് അദ്ദേഹം എഴുതിയത് 1922 നമ്മൾ മാറി, നമ്മൾ വളർന്നു, നമ്മൾ സാംസ്കാരികമായി ഒരുപാട് എത്തി, നമ്മൾ നവോത്ഥാന കേരളത്തിലാണ് ജീവിക്കുന്നത്, നമ്മൾ പ്രബുദ്ധരാണ്, നമ്മൾ സാക്ഷരരാണ് എന്ന് പറഞ്ഞാലും ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങാൻ പറ്റാത്ത അത്രമാത്രമാണ് നമ്മുടെ സാക്ഷരതയും പ്രബുദ്ധതയും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് അവിടെ മാത്രമല്ല, അത് സാധാരണക്കാരന്റെ വരെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. കുമാരനാശാൻ പറഞ്ഞ ജാതിക്കോമരങ്ങൾ രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ട്, സാമൂഹ്യ മണ്ഡലത്തിലുണ്ട്, സാമ്പത്തിക മണ്ഡലത്തിലുണ്ട്, പവറിലുണ്ട്, എക്സിക്യൂട്ടീവിലുണ്ട്, നമ്മുടെ രാജ്യത്തിന്റെ മീഡിയ സംവിധാനത്തിൽ വരെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ തുടർച്ചയാണ്. നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്ക്രിമിനേഷൻ ഇതിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ്. നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന റാസിസം അഥവാ വംശീയത ഈ അർത്ഥത്തിലുള്ള വംശീയ കാഴ്ചപ്പാടിന്റെ തുടർച്ചയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെയും നമ്മൾ ഏതോ ഒരർത്ഥത്തിലൊരു മാവുലായിക്കാരനെ പോലെയല്ല നമ്മൾ കാണുന്നത്. ഇസ്ലാമിക അടിത്തറകളിൽ നിന്നുകൊണ്ട് ഇതിനെയും നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയണം. ഇസ്ലാം എന്ന് പറയുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഓരോ കാലഘട്ടത്തിലെയും ജാഹിലിയത്തിനെ, ഓരോ കാലഘട്ടത്തിന്റെയും തിന്മയെ,
വളരെ കൃത്യമായി വായിച്ചെടുക്കുവാനും നിർണയിക്കുവാനും അതിന്റെ അടിസ്ഥാനത്തിൽ അതിനോട് നിലപാട് സ്വീകരിക്കാനുമുള്ള ശേഷിയുള്ള ദർശനത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 6-ാം നൂറ്റാണ്ടിലേക്ക് ഇറക്കിയതല്ല. പ്രവാചകന്റെ തിരുചര്യ 6-ാം നൂറ്റാണ്ടിലേക്കുള്ളതല്ല. 20-ാം നൂറ്റാണ്ടിലെയും 21-ാം നൂറ്റാണ്ടിലെയും 20-ാം നൂറ്റാണ്ടിന്റെ ദർശനങ്ങളെയും 21-ാം നൂറ്റാണ്ടിന്റെ ദർശനങ്ങളെയും യഥാവിധി ആദർശത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് നേരിടാനുള്ള ശേഷിയുണ്ടോ എന്നതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കൂട്ടത്തിലൊരു യുവതി, നമ്മുടെ കൂട്ടത്തിലൊരു യുവാവ് ഈ പറയുന്ന ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ അവന്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനം എന്നുള്ളതല്ല, തന്റെ സഹജീവിയായ മനുഷ്യനോടുള്ള അള്ളാഹുവുമായി ബന്ധപ്പെട്ട കരാറിന്റെ പൂർത്തീകരണം എന്നർത്ഥത്തിൽ സാമൂഹ്യ ബാധ്യത നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മുണ്ടക്കൈയിലേക്ക് പോകുന്നത്, നമ്മൾ ചൂരൽമലയിലേക്ക് പോകുന്നത്, നമ്മൾ സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ഈ അർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ തലത്തെയും യഥാർത്ഥത്തിൽ നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ ദീനുമായിട്ടാണ്, അവന്റെ വജുഹുമായിട്ടാണ്, അവന്റെ താല്പര്യവുമായിട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന വംശീയത എന്ന് പറയുന്നത് പോലും ഒരു തരത്തിലുള്ള ഇബ്ലീസിയൻ തിയോളജി, ഇബ്ലീസിയൻ തിയറിയാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇബ്ലീസിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ പറയുമ്പോൾ പറയുന്നുണ്ട്, ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ ഇബ്ലീസ് എന്താ പറഞ്ഞത്? ഞാൻ സുജൂദ് ചെയ്യൂല എന്ന് പറയുന്നുണ്ട്. ഇബ്ലീസ് ഞാൻ സുജൂദ് ചെയ്യൂല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് സുജൂദ് ചെയ്യാത്തത്? ഖാലമാ മനാക അല്ലാ തസ്ജുദ ഇദ് അമർതുക, എന്തുകൊണ്ടാണ് നിന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നീ സുജൂദ് ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോ ഇബ്ലീസ് പറയുന്നുണ്ട്, ഖാല അന ഖൈറു മിൻഹു ഖലഖ്തനി മിൻ നാർ വ ഖലഖ്തഹു മിൻ തീൻ എന്നാണ്. ഞാൻ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്, അവൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആ പറയുന്ന മനുഷ്യന് സുജൂദ് ചെയ്യൂല എന്നുള്ളതാണ്. ഈ വംശവിശുദ്ധിവാദമാണ്, ഈ വംശവിശുദ്ധിവാദമാണ് നമ്മുടെ രാജ്യത്ത് ഇന്നും യഥാർത്ഥത്തിൽ അപകടം വിധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ്. ഇതിനെയും ഇസ്ലാമിക അടിത്തറകളിൽ നിന്നുകൊണ്ട് നേരിടാനുള്ള ശേഷി നമുക്കുണ്ടാകണം. വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ വിശ്വസാഹോദര്യത്തെ കുറിച്ച് പറയുന്ന ഒരു ദർശനമാണ്. ലോകത്ത് ഇസ്ലാമിനോളം അത് പറയുന്ന ഒരു ദർശനമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വംശീയത വളർത്തുന്ന ആധുനിക സാമൂഹ്യ ക്രമത്തിൽ, ആധുനിക ലോകക്രമത്തിൽ മനുഷ്യന്റെ വൈജാത്യങ്ങളെയൊക്കെ മുഖവിലക്കെടുത്തുകൊണ്ട് മനുഷ്യരെ ഒന്നായി കാണാനും മനുഷ്യൻ എന്ന ഐഡന്റിറ്റിയെ ചേർത്ത് നിർത്താനും കഴിയുന്ന ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സമകാലിക ലോകത്തും ഇസ്ലാമിന്റെ പ്രതിനിധാനം നിർവഹിക്കുക എന്നുള്ളതാണ്. സമകാലിക ലോകത്ത് ഇസ്ലാമിന്റെ പ്രതിനിധാനം നിർവഹിക്കുമ്പോൾ വംശീയ ഭ്രാന്തിനിടയിൽ വിശ്വസാഹോദര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സുന്ദരമായ ഇസ്ലാമിക സങ്കല്പത്തെ പ്രതിനിധീകരിക്കാനുള്ള ശേഷി ഇസ്ലാമിക സമൂഹം നേടിയെടുക്കേണ്ടതാണ്. നമ്മളും പലപ്പോഴും ജാതീയതയുടെ ഏതോ അർത്ഥത്തിലുള്ള മനോഭാവത്തെ നമ്മുടെയും ജീവിതത്തിൽ സ്വാധീനിക്കപ്പെടുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ഒന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഖുർആൻ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നിടത്ത് വരെ നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതുന്ന ഘട്ടത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. പരമകാരുണികനും കരുണാനിധിയുമായ എന്നാണ് പറയുന്നത്. ഇതിൽ റഹ്മാനും റഹീമും പറയുന്നിടത്ത് ചിലർ പറയുന്നുണ്ട് ഒന്ന് സമൂഹത്തോടും മറ്റൊന്ന് സമുദായത്തെ കുറിച്ചുമാണ്. അതല്ല, മൊത്തം സമൂഹത്തെ കുറിച്ചാണെങ്കിലും അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു കരുണാനിധിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാറുള്ളത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. പരമകാരുണ്യകന് സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനോട് എന്നാണ്. അള്ളാഹു എന്ന് പറയുന്നത് ആലമിന്റെ രക്ഷിതാവാണ്. ഖുൽ അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ പറയുക ജനങ്ങളുടെ രക്ഷിതാവ്, ജനങ്ങളുടെ ഇലാഹ്, ജനങ്ങളുടെ നാഥൻ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാഠമുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുമ്പ് ഗോത്രങ്ങളായിരുന്നു, വർഗങ്ങളായിരുന്നു. മനുഷ്യൻ എന്ന് പറയുന്ന ആശയത്തെ ഡെവലപ്പ് ചെയ്തത് നവോത്ഥാനമാണ്. അതിൽ നിന്നാണ് മാനവികത ഉണ്ടായത്, അതിൽ നിന്നാണ് സ്വാതന്ത്ര്യം ഉണ്ടായത്, അതിൽ നിന്നാണ് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായത് എന്നൊക്കെ നവോത്ഥാനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിപ്പിക്കാറുണ്ട്. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബനി ആദം എന്ന് മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. മനുഷ്യൻ ബനി ആദമാണ്, ആദമിന്റെ മക്കളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നാസ് എന്ന പ്രയോഗം നടത്തി. അന്നാസ് എന്ന് പറഞ്ഞാലും അതും മനുഷ്യരാണ്. അവൻ ബനി ആദം എന്ന പ്രയോഗം നടത്തി, അന്നാസ് എന്ന പ്രയോഗം നടത്തി. ആ അർത്ഥത്തിൽ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ലോകത്തോട് വിട പറയുന്ന ഘട്ടത്തിലും സംസാരിച്ചത് അയ്യുഹന്നാസ് അലാ ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്, നിങ്ങളുടെ നാഥൻ ഒന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യർക്കിടയിൽ ഡിസ്ക്രിമിനേഷൻ നടത്തുന്ന, ജാതീയതയുടെ മതില് കെട്ടുന്ന, വംശീയ ഭ്രാന്ത് വളർത്തുന്ന പുതിയ കാലഘട്ടത്തിൽ നമുക്ക് വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട്. ഇസ്ലാമിന്റെ സുന്ദരമായ വിശ്വസാഹോദര്യത്തിന്റെ സന്ദേശം സമൂഹത്തിന് മുമ്പിൽ ജീവിതത്തിലൂടെ പകർന്നു കൊടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ നിർവഹിക്കാനുള്ളത് എന്നുള്ളതാണ്. മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിന്റെ ധർമ്മം നമുക്ക് നിർവഹിക്കുവാൻ ഈ കാലഘട്ടം നമ്മോട് താല്പര്യപ്പെടുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് മുമ്പേ ഉള്ള ജനത അത് നിർവഹിച്ചിട്ടുണ്ട്, നമ്മുടെ പൂർവികന്മാർ അത് നിർവഹിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ ഇസ്ലാം പ്രതിനിധാനത്തിൽ നിന്നാണ് ഇസ്ലാം എന്ന് പറയുന്ന ദർശനം കേരളീയ സമൂഹത്തിനകത്ത് വേരോട്ടം സിദ്ധിച്ചത് എന്ന് നമുക്കറിയാവുന്നതാണ്. കേരളത്തിൽ എങ്ങനെയാണ് ഇസ്ലാം വന്നത് എന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. കേരളത്തിൽ ഇസ്ലാം വന്നത് മലിക് ദിനാറിലൂടെയാണ്. മലിക് ദിനാറും കൂട്ടരും ഇസ്ലാമുമായി വന്നത് കച്ചവടത്തിലൂടെയാണ്. അവർ കച്ചവടത്തിന് വന്നു, അവർ കച്ചവടം ചെയ്തോ, പക്ഷേ ഏറ്റവും നല്ല കച്ചവടക്കാരായിട്ടാണ് അവർ കച്ചവടം ചെയ്തത്. അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് പകർത്താനുള്ളതായിരുന്നു. അവരുടെ ജീവിതം ഇസ്ലാമിന്റെ പ്രതിനിധാനമായിരുന്നു. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലേക്കുള്ള ആഗമനം ഉണ്ടാകുന്നത്. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ചും പറയാറുണ്ട്. മറക്കാൻ, വഴി നടക്കാൻ, അതുപോലെ തന്നെ ഒന്നിച്ചിരിക്കാൻ, ഒന്നിച്ചുണ്ണാൻ, അതുപോലെ തന്നെ ഒന്നിച്ച് സംസാരിക്കാൻ, ഒന്നിച്ച് നടക്കാൻ ഒന്നും സ്വാതന്ത്ര്യമില്ലാത്തൊരു സമൂഹത്തിനകത്ത് ഇസ്ലാമിന്റെ വിശ്വസാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ദർശനത്തിന്റെ പ്രതിനിധാനം മലിക് ദിനാറും കൂട്ടരും ഈ രാജ്യത്ത് വരികയും സമൂഹത്തിന് അത് പകർന്നു കൊടുക്കുകയും ചെയ്തിടത്ത് നിന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനോടുള്ള ആഭിമുഖ്യമുണ്ടായത്. എന്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കളോട് ഞാൻ പറയുക, ഇന്ന് വംശീയത മാത്രമല്ല, നവനാസ്തികത നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ സാംസ്കാരിക ലിബറലിസം നമ്മുടെ കുട്ടികളുടെ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാലത്ത് നിങ്ങൾ ഓടി നടക്കുന്ന കുട്ടികളെ കാണുന്നുണ്ടല്ലോ. ഈ കുട്ടികൾ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ, സമുദായത്തിന് ഉപകാരപ്പെടണമെങ്കിൽ, സമൂഹത്തിന് ഉപകാരപ്പെടണമെങ്കിൽ കരുതലോടുകൂടി ദീനിന്റെ വെളിച്ചത്തിൽ ആ മക്കളെ വളർത്താനുള്ള യത്നം നമുക്കുണ്ടാകേണ്ടതാണ്. ഈ കാലഘട്ടത്തിന്റെ വംശീയതയെക്കുറിച്ച്, അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ നവനാസ്തികതയെക്കുറിച്ച്, ഈ കാലഘട്ടത്തിലെ സാംസ്കാരിക ലിബറലിസത്തെക്കുറിച്ച് ഞാൻ പറയുന്നു, നമ്മൾ യുവതി യുവാക്കൾക്കെങ്കിലും നല്ല ബോധമുണ്ടാകണമെന്നുള്ളതാണ്. നമ്മളാണ് നമ്മുടെ കുട്ടികളുടെ ആദ്യത്തെ മുറബി, നമ്മളാണ് നമ്മുടെ കുട്ടികളുടെ മെന്റർ, നമ്മളാണ് നമ്മുടെ കുട്ടികളുടെ ക്യാരക്ടർ തീരുമാനിക്കുന്നത്, നമ്മളാണ് നമ്മുടെ കുട്ടികളുടെ ആദ്യത്തെ മദ്രസ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ ചതിക്കുഴികളെ കുറിച്ച് അറിഞ്ഞിരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ ഫാഷിസത്തെക്കുറിച്ചും വംശീയതയെക്കുറിച്ചും പറയുന്നത് പോലെ തന്നെ ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക ലിബറലിസവും ഈ രാജ്യത്തെ അരഞ്ഞു തകർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ സ്കൂളിലേക്ക് വിട്ടാൽ മതി. ആ കുട്ടി SSLC കഴിഞ്ഞ് വരുമ്പോഴേക്ക് ആ കുട്ടി എങ്ങനെയാണ് വരിക എന്ന് ഞാനിപ്പോൾ നിങ്ങളോട് വളരെ കൃത്യമായ ഒരു പ്രഡിക്ഷൻ നടത്താൻ എനിക്ക് കഴിയും. നിങ്ങൾക്ക് സവിശേഷമായ മാർഗദർശനം നൽകാനില്ല എങ്കിൽ, നിങ്ങൾക്ക് സവിശേഷമായ കരുതലും കാവലും ഇല്ല എങ്കിൽ, നിങ്ങളുടെ കുട്ടി നിലവിലുള്ള ജെൻഡർ ന്യൂട്രൽ തിയറിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ആൺപെൺ ഐഡന്റിറ്റിയെ നിരാകരിക്കുന്ന, ആൺപെൺ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് കുട്ടികളെ ഒരുമിച്ചിരുത്തുന്ന, ഒരുമിച്ച് പഠിപ്പിക്കുന്ന, ഒരുമിച്ച് അസൈൻമെന്റ് കൊടുക്കുന്ന, അതുപോലെ തന്നെ ഉദാര ലൈംഗികത പാഠപുസ്തകങ്ങളിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഉപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും തിരിച്ചറിവ് നഷ്ടപ്പെട്ട ഒരു ഉദാര ലൈംഗികതയെ തന്നെ ജീവിതത്തിന്റെ ഭാഗമാക്കി വെക്കുന്ന ഒരു പുതുതലമുറയായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സമകാലിക സമൂഹത്തിനകത്ത് ഒരു ഭാഗത്ത് വംശീയതയുണ്ടാകുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റവും സോഷ്യൽ സിസ്റ്റവും ആ അർത്ഥത്തിൽ ജാതീയത നിലനിൽക്കുമ്പോൾ തന്നെ ആശയപരമായി സാംസ്കാരികമായി നമ്മുടേതായ ഐഡന്റിറ്റിയെ വരെ നിരാകരിക്കുന്ന, നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങളെ കുഴിച്ചുമൂടുന്ന ഒരു വിദ്യാഭ്യാസ സിസ്റ്റം കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ കരുതലോടും കാവലോടും കൂടി എന്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കൾ കുടുംബത്തെ ചേർത്ത് നിർത്തണമെന്ന് കൂടി സൂചിപ്പിച്ച ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോടുള്ള വാക്കുകൾ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇസ്ലാം എന്ന് പറയുന്ന ദർശനത്തെ നിങ്ങൾ ഒരിക്കലും നമസ്കാരപ്പായയിലും നമസ്കാര കുപ്പായത്തിലും പള്ളി മിനാരങ്ങളിലും വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വചനങ്ങൾ ഉരുവിടുന്നിടത്തും നമ്മൾ കാണുന്നില്ല. അതാണ് നമ്മുടെ പ്രത്യേകത. ഇസ്ലാം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിന്റെ ഓരോ അനക്കത്തിലും മടക്കത്തിലും
എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ സുപ്രധാനമായ വിഷയത്തിലുള്ള നിലപാടുകളിലും എന്റെ ഇസ്ലാം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രതിനിധാനം നിർവഹിക്കേണ്ടവനാണ് ഞാനെന്ന ബോധം നമുക്കുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിന്റെ ഇസ്ലാമിനെ ഡിസൈൻ ചെയ്യാൻ നമ്മുടെ ജീവിതം ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 25 പ്രവാചകന്മാരെ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ 25 പ്രവാചകന്മാരുടെയും ഇസ്ലാമിക ജീവിതം 25 എണ്ണമാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പ്രബോധനം ചെയ്തത്, എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പ്രതിനിധീകരിച്ചത്. പക്ഷെ ഓരോ പ്രവാചകന്മാരുടെയും ജീവിതത്തെ യഥാർത്ഥത്തിൽ അടയാളപ്പെടുന്നത് അതത് കാലഘട്ടത്തിലെ തിന്മയോടുള്ള ശക്തമായ പോരാട്ടത്തിലൂടെയാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ഇസ്ലാമിനെ അടയാളപ്പെടുത്തുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ ജാഹിലിയത്ത്, ഈ കാലഘട്ടത്തിന്റെ തിന്മ, ഈ കാലഘട്ടത്തിന്റെ നെറികേടുകൾ, ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവിതത്തിന് നേരെ ഉയരുന്ന വെല്ലുവിളികൾ, അതിനെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പിലൂടെ ഈ കാലഘട്ടത്തിന്റെ ഇസ്ലാമിനെ രൂപപ്പെടുത്തേണ്ടുന്ന പ്രവാചക ദൗത്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.